ടി.കെ. ജയകുമാറിനെ പോലെ ഒരു ഡോക്ടറെ ഈ നാടിന് കിട്ടിയത് നമ്മുടെ നാടിന്റെ ഭാഗ്യമാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റിന്റെ പദവിയിൽ എത്തേണ്ടയാളല്ല അദ്ദേഹം. കാരണം അത് അദ്ദേഹത്തിന്റെ ഏരിയ അല്ല. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ അല്ല, മാനേജർ അല്ല, അദ്ദേഹം ഡോക്ടറാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഹൃദയ ശസ്ത്രക്രിയ ഡോക്ടർമാരിൽ ഒരാൾ. അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടും പദവിക്ക് പിന്നാലെ പോകാത്തത് കൊണ്ടും ഗോഡ് ഫാദർമാർ ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന് കാര്യമായി പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് പാവങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ്. നമുക്കൊക്കെ അറിയാം, ഒരു ഹൃദയ ശസ്ത്രക്രിയ 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ചെലവുള്ള ഒരു ഏർപ്പാടാണ്. സ്വകാര്യ ആശുപത്രികൾ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് ഇത്തരം ശസ്ത്രക്രിയകളിലാണ്. അത്തരം 2000 ഹൃദയ ശസ്ത്രക്രിയകളാണ് ഒരു വർഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർ കൈകാര്യം ചെയ്യുന്നത്. ഒരു ദിവസം 5-6 ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ ജയകുമാർ. അതും 2 ലക്ഷമോ 3 ലക്ഷം രൂപ ചെലവിൽ. മെഡിക്കൽ കോളേജിലെ ചെലവ് അത്രമാത്രമാണ്. ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരിക്കലും ഹൃദയ ശസ്ത്രക്രിയ സാധ്യമാകുമായിരുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയംകാർക്കുള്ളതാണെങ്കിലും കേരളത്തിലെ സകലയിടങ്ങളിൽ നിന്നും ഡോക്ടർ ജയകുമാറിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പാവപ്പെട്ട രോഗികൾ ഒഴുകിയെത്തുന്നു. ദിവസവും അദ്ദേഹം ശസ്ത്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രിയും പകലുമില്ലാതെ പണിയെടുക്കുന്നു. ദിവസം 2-3 മണിക്കൂർ മാത്രമാണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ടാക്സി പിടിക്കാൻ പണമില്ലാത്ത മനുഷ്യരെ സ്വന്തം കാറിൽ സ്വന്തം ഡ്രൈവർ വഴി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഡോക്ടറാണ് അദ്ദേഹം. രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള പണം തന്റെ ശമ്പളത്തിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം. ഉറങ്ങാതെ ഉണ്ണാതെ അദ്ദേഹം പണിയെടുക്കുന്നു. ഒരു ദിവസം പോലും അവധിയെടുക്കാതുള്ള ജോലി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെ കുറിച്ചും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കേട്ടത്. ഇത്തരത്തിൽ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർ ഒരിക്കലും അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അത്തരത്തിൽ അത്യുന്നതയിൽ നിൽക്കുന്ന ഒരു അത്യപൂർവ മനുഷ്യൻ 19 വർഷം മുമ്പ് തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഡോക്ടർ ജയകുമാറിനെ ഇങ്ങനെയാക്കി മാറ്റിയത്. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് തന്റെ ആദ്യത്തെ കുഞ്ഞു പിറക്കുന്നു. ആ കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ രോഗമാണ്. കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള സൗകര്യം മെഡിക്കൽ കോളേജിനില്ല. അപ്പോൾ എറണാകുളത്തെ PVS ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർബന്ധിതനാകുന്നു. അവിടെ ചികിത്സയ്ക്ക് 1.5 ലക്ഷം രൂപ ചെലവാകും. മാത്രമല്ല ജീവൻ നിലനിർത്തുന്ന തരത്തിലുള്ള ആധുനിക ആംബുലൻസുകൾ ലഭ്യമല്ല. ഇത് രണ്ടും സാധിക്കാതെ പോയതുകൊണ്ട് തന്റെ ആദ്യത്തെ കൺമണി പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യനായിരുന്നു ഡോക്ടർ. അന്നു മുതൽ അദ്ദേഹം തീരുമാനിച്ചു, ചികിത്സ കിട്ടാതെ ഒരു കുട്ടിയും മരിക്കരുത്. അങ്ങനെ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചതാണ്. മന്ത്രി വീണ ജോർജിനും സർക്കാരിനും ക്ഷീണമുണ്ടാവാതിരിക്കാൻ ഡോക്ടർ ജയകുമാർ സ്വയം ഏറ്റെടുത്തതാണ് ആ ഉത്തരവാദിത്വം. ആരും അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് താൻ പറഞ്ഞതുകൊണ്ടാണ് മന്ത്രി അത് പറഞ്ഞത്. അതുകൊണ്ട് മന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ട, തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന തരത്തിൽ ഡോക്ടർ ടി.കെ. ജയകുമാർ കുറ്റസമ്മതം നടത്തിയത് എടുത്തുപയോഗിക്കുകയാണ് CPM സൈബർ തൊഴിലാളികൾ. ഡോക്ടർ ഹാരിസിന്റെ വാക്കുകൾ സർക്കാരിനുണ്ടാക്കിയ ക്ഷീണവും സർക്കാർ അതിന് കൊടുത്ത മറുപടിയും കൃത്യമായി മനസ്സിലായതുകൊണ്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശാന്ത സ്വഭാവക്കാരനായ ഡോക്ടർ ജയകുമാർ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംതൃപ്തി അടഞ്ഞു.